മനുഷ്യനെ സ്നേഹിക്കുന്ന, മനുഷ്യരുടെ ഹൃദയത്തിൽ കാരുണ്യം അവശേഷിക്കുന്ന എല്ലാ രാഷ്ട്രീയ സാമുദായിക നേതാക്കന്മാരും ഈ മലയോര വിഷയത്തിൽ ജനങ്ങൾ അങ്ങേയറ്റത്തെ കഷ്ടപ്പാടിലും ദുരിതത്തിലുമാണെന്നും വരാനിരിക്കുന്ന കേരളം മൃഗങ്ങളുടെ നാടായി മാറുമെന്ന ബോധ്യം അവർക്കുണ്ട്. ഈ പറയുന്ന രണ്ട് മുന്നണികളും അതിനെ അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നുള്ള ഉത്തമ ബോധ്യം അവർക്കുണ്ട്. അതുകൊണ്ട് മനുഷ്യത്വമുള്ള സകല നേതാക്കളും ഈ വിഷയത്തിൽ ആ വിഷയം ഏറ്റെടുത്ത് അതിന് റിസ്ക് എടുത്ത് നിങ്ങൾ തന്നെയാണ് പോയത്. നിലമ്പൂരിൽ നിങ്ങൾ തന്നെയാണ് ജയിക്കേണ്ടത്. അതിലൊരു ആർക്കൊരു രാഷ്ട്രീയമില്ല. നിലമ്പൂരിലെ ജനങ്ങളിലെ 80% ആളുകളും ഈ വിഷയത്തിൽ അവനവൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. ഈ വിരുന്ന് വന്ന ആൾക്കാരുണ്ടല്ലോ ഇപ്പോൾ ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാ മന്ത്രിമാരും, അവരൊക്കെ ഒന്ന് വൈകുന്നേരം 5 മണിക്ക് സ്ഥലം വിടും. ഒരാളെ തിരഞ്ഞാൽ കാണൂല, വിളിച്ചാൽ എടുക്കൂല. ഇപ്പം അടുക്കളയിൽ വന്ന് കാല് പിടിച്ച് കരയുന്ന കാണുന്നുണ്ടല്ലോ. അതിന് തന്നെയാണ് BV അൻവർ രാജിവെച്ചത്. എന്തിനാ അൻവർ രാജിവെച്ചത്? ഇതിന് തന്നെയാണ്. ഈ മലയോര വിഷയം ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഈ വിഷയം ചർച്ച ചെയ്യാതെ, ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാതെ ഈ പറയുന്ന ഏതെങ്കിലും ഒരു മുന്നണി 2026 ഇവിടെ ജയിച്ചു കയറുന്ന ഞങ്ങൾക്കൊന്ന് കാണണം. കയറില്ല. 1.5 കോടി ജനമുണ്ട്. നേരിട്ട് ഈ വന്യജീവി ആക്രമണത്തിനും അവരുടെ കൃഷിനാശത്തിനും വിധേയമായവർ അവരെ സംഘടിപ്പിക്കും. 23-ാം തീയതി റിസൾട്ട് വന്നാൽ 24-ാം തീയതി എനിക്ക് കൊക്കിൽ ജീവൻ ഉണ്ടെങ്കിൽ ആ യുദ്ധത്തിൽ ഞങ്ങൾ പുറപ്പെടും. ഈ ജനങ്ങളെ മുഴുവൻ റോട്ടിലേക്ക് നമ്മൾ ഇറക്കും. 1,20,000 കോടി രൂപ ഇവിടെ ചിലവാക്കുന്ന പിണറായി അവകാശവാദം നടത്തി നടക്കുന്നത്. ആകെ 3,000 കോടി രൂപയാണ് ഈ നാട്ടിലെ ഈ 1.5 കോടി ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടത്. 1 കിലോമീറ്ററിന് 3 കോടി രൂപ ചെലവഴിച്ചാൽ ഒരു മൃഗത്തിന്, ഒരു ആനക്കും, ഒരു കടുവക്കും, ഒരു കാട്ടുപൂച്ചകൾ കൂടി ഇങ്ങോട്ട് കടന്നു വരാൻ കഴിയില്ല. മനുഷ്യനെയും മൃഗങ്ങളെയും വേർതിരിക്കണ്ടേ? ഒരു വനവൽക്കരണം നടത്തിക്കോട്ടെ, ഓക്സിജൻ ഉണ്ടായിക്കോട്ടെ, ഈ പറയുന്ന കാർബൺ ഫണ്ട് അടിച്ചു മാറ്റിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. പക്ഷെ ജനങ്ങൾക്ക് ഇവിടെ ജീവിക്കണം. കാർബൺ ഫണ്ട് മുഴുവൻ അടിച്ചു മാറ്റുകയും അതിന് ആ ഫണ്ടിൽ 100 രൂപ പോലും ഈ വനമേഖലയിൽ ഉപയോഗിക്കാതെ നിന്നിട്ട് മനുഷ്യനെ നിർബന്ധിത എവിക്ഷൻ, ഇറങ്ങിപ്പോക്കിന് വിധേയരാക്കുന്ന ഈ ഒരു രീതി കേരളത്തിലെ ജനങ്ങളത് മനസ്സിലാക്കി കഴിഞ്ഞു. അതിവിടെ സംഭവിക്കാൻ പോകുന്നതാണ്. അത് നമ്മൾ വിട്ടുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല.